വെൽക്കം ബാക്ക് ടു ഓൾ. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് എന്ന പാഠഭാഗത്തെ 7ാമത്തെ വീഡിയോ ആണിത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സീവറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. ഇനി നമുക്ക് സീവറിൻ്റെ ലേഔട്ട് അനുസരിച്ചിട്ട് ഉള്ള ക്ലാസിഫിക്കേഷനാണ് പരിചയപ്പെടേണ്ടത്. അതിലാദ്യമായിട്ടുള്ളത് ഹൗസ് സീവറാണ്. എന്താണ് ഹൗസ് സീവർ? നമ്മുടെ വീടുകളിൽ നിന്നും അതുപോലെ തന്നെ കെട്ടിടങ്ങളിൽ നിന്നും ഒക്കെയുള്ള ലിക്വിഡ് വേസ്റ്റുകൾ, അതിനെയാണല്ലോ സീവേജ് എന്ന് പറയുന്നത്, അല്ലേ? ആ സീവേജ് ഹൗസ് സീവറിലൂടെയാണ് പബ്ലിക് സീവറിലേക്കും അല്ലെങ്കിൽ മറ്റ് സ്ട്രീറ്റിലെ സീവറിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ വീടുകളിലും മറ്റ് കെട്ടിടങ്ങളിൽ നിന്നൊക്കെ ഉള്ള സീവേജ് ഒരു പൈപ്പ് വഴിയാണ് ഒരു പബ്ലിക്കായിട്ടൊക്കെ കൂടെ ഒരു പബ്ലിക് ഓരോ വീടുകളിൽ നിന്നും ഇതേപോലെ വരുന്ന വേസ്റ്റുകളൊക്കെ കൂടെ ഒരുമിച്ച് ഒരു പബ്ലിക് സീവറിലേക്കാണ് എത്തുന്നത്, അല്ലേ? അപ്പം അങ്ങനെ വീടുകളിൽ നിന്നും മാത്രം വരുന്ന പൈപ്പുകളാണ് ഹൗസ് സീവർ. ഈ ഹൗസ് സീവർ വീടുകളിൽ നിന്ന് വരുന്നു, എന്നിട്ട് എവിടെ എത്തിച്ചേരുന്നു? പബ്ലിക് സീവറിൽ എത്തിച്ചേരുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പൈപ്പുകളാണ് ഹൗസ് സീവർ. ഇനി എന്താണ് രണ്ടാമത്തെ? ലാറ്ററൽ സീവർ ഓർ ലാറ്ററൽ. ഓക്കെ, ഇറ്റ് ഈസ് എ സീവർ കളക്ടിങ് സീവേജ് ഫ്രം ഹൗസ് ഓർ ഫ്ലോ ഫ്രം സ്ട്രീറ്റ് ബട്ട് ഡസ് നോട്ട് റിസീവ് സീവേജ് ഫ്രം എനി അതർ സീവർ. അതായത് ഈ ഒരു സീവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീടുകളിൽ നിന്നും മാത്രം വരുന്ന സീവേജ് മാത്രമേ ഇതിലൂടെ ഒഴുകുള്ളൂ. വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ തെരുവുകൾ, ഒരു പ്രത്യേക തെരുവുകളിലോ ഉള്ള സീവേജ് മാത്രമേ ഈ ലാറ്ററൽ സീവറിലൂടെ ഒഴുകുകയുള്ളൂ. അല്ലാതെ മറ്റ് ഭാഗങ്ങളിൽ നിന്നൊന്നും വരുന്ന സീവേജ് ഇതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നില്ല. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം, എന്ത് ചെയ്യാം, വീടുകളിൽ നിന്നുള്ള സീവർ വരാം, ചിലപ്പോൾ നമുക്ക് മറ്റ് ഫാക്ടറികളിൽ നിന്നുള്ള സീവർ വരാം. അപ്പം ഇതൊക്കെ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, കൂടിച്ചേരുന്നില്ല ലാറ്ററൽ സീവറിൽ ഹൗസിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഹൗസിൽ നിന്നുള്ള മാത്രം സീവർ, അല്ലെങ്കിൽ സ്ട്രീറ്റിൽ നിന്നാണെങ്കിൽ സ്ട്രീറ്റിൽ നിന്ന് മാത്രമുള്ള സീവർ. അപ്പോൾ അങ്ങനെയുള്ള സീവറുകളാണ് ലാറ്ററൽ സീവർ എന്ന് പറയുന്നത്. ഇനി സബ്മെയിൻ സീവർ. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സീവർ വിച്ച് റിസീവ് ഡിസ്ചാർജ് ഫ്രം 2 or more ലാറ്ററൽ സീവർ. ഒന്നോ അതിലധികമോ ലാറ്ററൽ സീവറുകൾ കൂടിച്ചേർന്നാണ് സബ്മെയിൻ സീവർ ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് ഈ ലാറ്ററൽ സീവറിൽ നിന്നൊക്കെയുള്ള ഒന്നിലധികമുള്ള ലാറ്ററൽ സീവറുകളിൽ നിന്നുള്ള ഡിസ്ചാർജ് ഈ സബ്മെയിൻ സീവറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് മെയിൻ സീവർ, അല്ലെങ്കിൽ അതിന് ഡ്രങ്ക് സീവർ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 or അതിലധികമോ മെയിൻ സീവറുകളിൽ നിന്നുള്ള ഡിസ്ചാർജാണ് മെയിൻ സീവറിലേക്ക് എത്തിപ്പെടുന്നത്. എന്താ പറഞ്ഞത്? 2 or അതിലധികമോ ഉള്ള സബ്മെയിൻ സീവറിൽ നിന്നുള്ള ഡിസ്ചാർജാണ് മെയിൻ സീവറിലോ അല്ലെങ്കിൽ ഡ്രങ്ക് സീവറിലേക്കോ എത്തിച്ചേരുന്നത്. ഓക്കെ, മെയിൻ സീവറിനെ ഡ്രങ്ക് സീവർ എന്നും പറയാറുണ്ട്, അത് ഓർത്ത് വെച്ചോളാം. ഇനി അടുത്തത് ഇൻ്റർസെപ്റ്റിംഗ് സീവർ. നമുക്കറിയാം, ചില സമയങ്ങളിൽ നമ്മൾ ഓരോ സീവറുകളും സെപ്പറേറ്റ് ആയിട്ട് ഈ പുഴയിലേക്കൊന്നും ഡിസ്ചാർജ് ചെയ്യപ്പെടാറില്ല, അല്ലേ, സീവർ. അപ്പം അത്തരത്തിലുള്ള കേസുകളിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം പലതരത്തിലുള്ള സീവറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? മെയിൻ സീവറുകൾ പറഞ്ഞു. അപ്പോൾ ഈ മെയിൻ സീവറൊക്കെ ഡയറക്റ്റായിട്ട് ഒരു ലാർജ് വാട്ടർ ബോഡിയിലേക്കൊന്നും ഡിസ്ചാർജ് ചെയ്യാതെ ഓരോ സെപ്പറേറ്റ് സീവറുകളോ അല്ലെങ്കിൽ എല്ലാ കമ്പൈൻ സീവറുകളോ ഒക്കെ ഒരുമിച്ച് ഇൻ്റർസെപ്റ്റിംഗ് സീവറിലേക്കാണ് എത്തിച്ചേരുക. ഓക്കെ, എന്നിട്ട് ഇൻ്റർസെപ്റ്റിംഗ് സീവറിൽ നിന്നാണ് പിന്നെ അത് എവിടേക്ക് എത്തിച്ചേരുക? വാട്ടർ ബോഡിയിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, ഒന്നുകൂടെ ഞാൻ ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. When it is not desirable to have the sewer discharge directly into a body of water, the sewage from number of separate sewer and combined sewer is discharged into a sewer. Such sewer is known as intercepting sewer. എന്താ പറയുന്നത്?
ഈ ഓരോ സീവറിലെയും വേസ്റ്റ് വാട്ടർ ബോഡിയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യണം എന്ന് സാഹചര്യം ഇല്ലാത്ത കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ കമ്പൈൻ സീവറുകളും സെപ്പറേറ്റ് ആയിട്ടുള്ള സീവറുകളും എല്ലാം കൂടി എന്ത് ചെയ്യും, ഈ ഇന്റർസെപ്റ്റിംഗ് സീവറിലേക്കാണ് എത്തിച്ചേരുന്നത്. ഓക്കെ, ഇനി ഔട്ട്ഫാൾ സീവർ. ഇറ്റ് ഈസ് ദാറ്റ് സീവർ വിച്ച് ക്യാരി സീവേജ് ഫ്രം ദ ലോവർ എൻഡ് ഓഫ് കളക്റ്റിംഗ് സിസ്റ്റം ടു ദ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. അതായത് നമ്മളിപ്പോൾ സീവേജ് കളക്ട് ചെയ്യുന്ന കളക്റ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, അതിൻ്റെ ലോവർ എൻഡ് മുതൽ ഈ സീവേജ് ഡിസ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അപ്പം അതുവരെ ഉള്ള സീവറാണ് ഔട്ട്ഫാൾ സീവർ. ഒന്നുമില്ല, നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ലോവർ എൻഡ് ഓഫ് കളക്റ്റിംഗ് സിസ്റ്റം മുതൽ ആ സീവേജ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് വരെയുള്ള സീവറാണ് ഔട്ട്ഫാൾ സീവർ. ഇനി റിലീഫ് സീവർ. ഇറ്റ് ഈസ് എ സീവർ വിച്ച് ഇസ് ക്യാരി എക്സസ് സ്റ്റോം സീവേജ് ഫ്രം എക്സിസ്റ്റിംഗ് കമ്പൈൻഡ് സീവർ. നമുക്കറിയാം കമ്പൈൻ സീവർ എന്ന് പറഞ്ഞാൽ എന്താ, അതിലൂടെ സാനിറ്ററി സീവേജും ഉണ്ടാവും, സ്റ്റോം സീവേജും ഉണ്ടാവും അല്ലേ. അപ്പം അതിലൂടെ കൂടുതലായിട്ട് സ്റ്റോം സീവേജ് ഒഴുകുകയാണെങ്കിൽ ഇത്തരത്തിൽ അധികമായി വരുന്ന സ്റ്റോം സീവേജിനെ റിലീഫ് സീവർ വഴിയാണ് എന്ത് ചെയ്യുക, കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി ഡിപ്രസ്ഡ് സീവറാണ്. വെൻ an obstruction is met with the sewer is obstructed lower than adjacent section, such a section of sewer is called depressed sewer. അതായത് ചില സാഹചര്യങ്ങളിൽ ഒബ്സ്ട്രക്ഷൻസ്, തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും, ഈ സീവർ, ഈ പൈപ്പ് എന്ത് ചെയ്യും, കുറച്ച് താഴ്ത്തിയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുക. അങ്ങനെ താഴ്ത്തി കൺസ്ട്രക്ട് ചെയ്യുമ്പോഴാണ് അതിൽ ഡിപ്രസ്ഡ് സീവർ എന്ന് പറയുന്നത്. ഇനി മെറ്റീരിയൽ ഫോർ സീവറാണ്. അപ്പം അത് സീവർ ഉണ്ടാക്കിയ മെറ്റീരിയൽ അനുസരിച്ച് അത് 9 തരംതിരിച്ചിട്ടുണ്ട്. ആസ്ബസ്റ്റോസ് സിമെൻറ്റ് സീവർ, രണ്ടാമത് ബ്രിക്ക് സീവർ, സിമെൻറ്റ് കോൺക്രീറ്റ് സീവർ. സിമെൻറ്റ് കോൺക്രീറ്റ് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് കൊണ്ടുണ്ടാവും, റെയിൻഫോഴ്സറും ഉണ്ടാവും. നാലാമത്തേത് കാസ്റ്റ് അയൺ കൊണ്ടുള്ള സീവർ. അഞ്ചാമത്തേത് കൊറുഗേറ്റഡ് അയൺ സീവർ, അതായത് GI സീവർ. പിന്നെ ആറാമത്തേത് സ്റ്റോൺ വെയർ സീവർ. 7 സ്റ്റീൽ സീവർ. 8 പ്ലാസ്റ്റിക് സീവർ. 9 വുഡ് കൊണ്ടുള്ള സീവർ. ഇത്രയാണ് സീവറുകളുള്ളത്. അപ്പോൾ ഏത് മെറ്റീരിയൽ കൊണ്ടാണോ ആ സീവർ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനനുസരിച്ച് 9 തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ഓരോന്നായിട്ട് പറഞ്ഞത്. ഇനി ഷേപ്പ് ഓഫ് സീവറാണുള്ളത്. സീവറിനെ അതിൻ്റെ ആകൃതി അനുസരിച്ച് 2 തരംതിരിച്ചിട്ടുണ്ട്. സർക്കുലർ സെക്ഷനും നോൺ സർക്കുലർ സെക്ഷനും. ഓക്കെ, അപ്പോൾ അതിൽ സർക്കുലർ സെക്ഷൻ എന്താണ്? ഇപ്പം നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ സീവേജ് സിസ്റ്റങ്ങളും അധികവും സർക്കുലർ ഷേപ്പിൽ ആണ് ഉണ്ടാവുക. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ അതാണ് കൺസ്ട്രക്ട് ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്യാനും ആ സീവർ കൊണ്ടു നടക്കാനും പിന്നെ അതേപോലെ ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് ബെസ്റ്റ് സൂറ്റബിൾ ഫോർ ഡയമീറ്റർ അപ് ടു 1.5 മീറ്റർ. ഒരു 1.5 മീറ്റർ ഡയമീറ്ററുള്ള സീവറിലാണ് ഇത് ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നോൺ സർക്കുലർ സീവർ സെക്ഷനെ അപേക്ഷിച്ച് സർക്കുലർ സീവർ സെക്ഷനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ലീസ്റ്റ് പെരിമീറ്റർ ഫോർ ഗിവൺ ഏരിയ ഓഫ് ഫ്ലോ. ഗിവൺ ഏരിയ ഓഫ് ഫ്ലോയിൽ വളരെ ലീസ്റ്റ് പെരിമീറ്ററാണ് സർക്കുലർ സീവറിനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചോളാം. ഈ സർക്കുലർ സീവർ സെക്ഷന് ലീസ്റ്റ് പെരിമീറ്ററാണ് ഉണ്ടാവുക ഫോർ ഗിവൺ ഏരിയ ഓഫ് ഫ്ലോ. അത് ഒഴുകുന്ന ഏരിയയിൽ ലീസ്റ്റ് പെരിമീറ്ററാണ് അതിനുണ്ടാവുക. ഓക്കെ, therefore it has maximum hydraulic mean depth. എന്താ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ വെറ്റഡ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ. വെറ്റഡ് ഏരിയ ഹരണം വെറ്റഡ് പെരിമീറ്റർ. ഇതിനെയാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയുന്നത്. വെറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, നനഞ്ഞ ഏരിയ അല്ലേ. വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നനഞ്ഞ ചുറ്റളവ്. ഒരു സീവറിലൂടെ
ഫ്ലോ ചെയ്യുമ്പം എന്ത് ചെയ്യും, ആ ഒരു ഡിസ്ചാർജിൽ അത് കവർ ചെയ്യുന്ന, അത് വെറ്റ് ചെയ്യുന്ന പെരിമീറ്റർ, എത്ര പെരിമീറ്റർ മാത്രമേ, വളരെ കുറവ് പെരിമീറ്റർ മാത്രമേ ഇതിനെന്തുണ്ടാവുന്നുള്ളൂ, ഇത് വെറ്റ് ചെയ്യുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് മാത്രം ഓർത്ത് വെക്കുക. ദേ ഗിവ് ലീസ്റ്റ് പെരിമീറ്റർ ഫോർ ഗിവൺ ഏരിയ ഓഫ് ഫ്ലോ. ഓക്കെ, അതിൻ്റെ ഗിവൺ ഏരിയ ഓഫ് ഫ്ലോയിൽ വളരെ പെരിമീറ്റർ ഈ ഒരു സീവറിന് വളരെ കുറവായിരിക്കും ഉണ്ടാവുക. Okay, they are very much useful in a separate system where discharge is more or less constant. Okay, അപ്പം ഇതെന്ന് പറഞ്ഞാൽ സാധാരണ സർക്കുലർ സീവർ സെക്ഷൻ ഏറ്റവും അധികം സെപ്പറേറ്റ് സിസ്റ്റത്തിലാണ് ഉപകാരപ്രദമായിട്ടുള്ളത്. കമ്പൈൻഡ് സീവറിനേക്കാളും സെപ്പറേറ്റ് സിസ്റ്റത്തിലാണ് സർക്കുലർ സീവർ സെക്ഷൻ ഗുണമായിട്ട് കണ്ടിട്ടുള്ളത്. സെപ്പറേറ്റ് സീവർ എന്ന് പറഞ്ഞാൽ എന്താ, സാനിറ്ററി സീവേജ് ഒരു പൈപ്പിലൂടെ പോവും, സ്റ്റോം സീവേജ് ഒരു പൈപ്പിലൂടെ പോവും. അങ്ങനെ രണ്ട് സ്ഥലത്ത് കൂടെ. നമുക്കറിയാം സാനിറ്ററി സീവേജ് സോളിഡ് അവസ്ഥയിലാണ് ഉണ്ടാവുക, അല്ലെ, ഖരാവസ്ഥയിലാണ് ഉണ്ടാവുക. സ്റ്റോം സീവേജ് ലിക്വിഡാണ് ഉണ്ടാവുക. ഇനി രണ്ടും കൂടെ ഒരുമിച്ച് പോകുമ്പോഴാണ് അത് കമ്പൈൻഡ് സീവേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർക്കുലർ സെക്ഷൻ എപ്പോഴും സെപ്പറേറ്റ് സിസ്റ്റത്തിലാണ് ഗുണം കണ്ടിട്ടുള്ളത്. ഇനി അതിൻ്റെ സർക്കുലർ സീവർ സെക്ഷൻ്റെ കുറച്ച് ഫിഗറാണ് കാണിച്ചത്. ബെഡിങ് ആണ്. ഈ ബെഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ സീവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫ്ലോറിൽ സപ്പോർട്ട് കൊടുക്കുന്നത്, അല്ലേ, അതാണ് ബെഡിങ്, നമ്മൾ പഠിച്ചില്ലേ. പിന്നെ ഇത് ഹോഞ്ചിങ് ആണ്. പിന്നെ ഇത് അതിൻ്റെ എൻകേസിങ്, ഒരു എൻകേസിൻ്റെ ഉള്ളിൽ കൂടെ സീവർ പോണ ആണ് സർക്കുലർ സെക്ഷൻസ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ബാക്കി പോർഷൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.